മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കടക്കം സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് 83.8 ലക്ഷം രൂപ അനുവദിച്ചു. നിത്യചെലവുകൾ പോലും പ്രതിസന്ധിയിലായിരിക്കെ തുടർച്ചയായി കടമെടുത്ത് മുന്നോട്ടു പോകുന്നതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഹെലികോപ്റ്ററിന് വാടകത്തുക ധനവകുപ്പ് അനുവദിച്ചത്. ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട് പോലീസ് മേധാവി ഡിസംബർ 6-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയത്. 2024 നവംബറിലെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയാണ് അനുവദിച്ചത്. പ്രതിമാസം 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് വാടക. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ വീതം വാടക ഇനത്തിൽ നൽകണം. പോലീസിന് വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. വയനാട് ദുരന്ത രക്ഷാപ്രവർത്തനത്തിനടക്കം വാടക ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രകൾക്കാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്നാൽ ഹെലികോപ്റ്ററിലെ യാത്രകൾ സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുന്നതിനിടെ നിത്യനിദാന ചെലവുകൾക്ക് പണമില്ലാതിരിക്കെ കഴിഞ്ഞ ആഴ്ച 2,500 കോടി രൂപ കടമെടുത്തിരുന്നു. ഈ ആഴ്ച വീണ്ടും 1,500 കോടി കൂടി കടമെടുക്കാനുള്ള നടപടി തുടരുന്നതിനിടയിലാണ് ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ കോടികൾ സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കുന്നത്.